ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. മുകുന്ദമാല സ്തോത്രത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 44 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 45, 46, 47 ശ്ലോകങ്ങളാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. 45-ാമത്തെ ശ്ലോകം. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധു കന്യാപതേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്ര കരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരു ഹേ പുണ്ടരീകാക്ഷ മാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി ന ത്വാം വിനാ. പറയാണ്, ഹേ ഗോപാലക, പശുക്കളെ പാലിക്കുന്നവനായ അല്ലയോ ഭഗവാനെ. ഹേ കൃപാജലനിധേ, സമുദ്രം പോലെ അപാരമായ കാരുണ്യത്തോടു കൂടിയവനെ. ഹേ സിന്ധുകന്യാപതേ, സമുദ്രത്തിൻ്റെ പുത്രിയായ ലക്ഷ്മീദേവിയുടെ നാഥനായ അല്ലയോ ഭഗവാനെ. ഹേ കംസാന്തക, കംസനെ സംഹരിച്ചവനായ അല്ലയോ ഭഗവാനെ. ഹേ ഗജേന്ദ്ര കരുണാപാരീണ, ഗജേന്ദ്രനെ അപാര കാരുണ്യത്തോടെ മുതലയിൽ നിന്ന് രക്ഷിച്ചവനായ അല്ലയോ ഭഗവാനെ. ഹേ മാധവ, ശ്രീവല്ലഭനായ അല്ലയോ ഭഗവാനെ. ഹേ രാമാനുജ, ബലരാമൻ്റെ അനുജനായ അല്ലയോ ഭഗവാനെ. ഹേ ജഗത്രയ ഗുരോ, 3 ലോകങ്ങളുടെയും ഗുരുവായ അല്ലയോ ഭഗവാനെ. ഹേ പുണ്ടരീകാക്ഷ, താമര പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയ അല്ലയോ ഭഗവാനെ. ഹേ ഗോപീജനനാഥ, ഗോപികളുടെ രക്ഷിതാവായ അല്ലയോ ഭഗവാനെ. മാം പാലയ, എന്നെ രക്ഷിച്ചരുളിയാലും. ത്വാം വിനാ, നിന്തിരുവടിയല്ലാതെ പരം മറ്റൊന്നിനെയും ന ജാനാമി, ഞാൻ അറിയുന്നില്ല. എനിക്ക് അവിടുന്ന് മാത്രം മതിയെന്ന് പറയാണ്. ഭഗവാന്റെ പല പല ഗുണങ്ങളെയും സ്മരിച്ചുകൊണ്ട് പല വിധത്തിൽ സംബോധന ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. മറ്റൊരിടത്തു നിന്നും എനിക്ക് രക്ഷ കിട്ടുവാനില്ലാത്തത് കൊണ്ട് അങ്ങ് തന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രവുമല്ല, അങ്ങയെയല്ലാതെ മറ്റൊന്നിനെയും ഞാൻ അറിയുന്നില്ല എന്നും അവിടെ കവി പറയുകയാണ്. തുടർന്ന് 46-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ധാരാ വാരാകരവരസുത തേ തനുജോ വിരിഞ്ച സ്തോത വേദാസ്തവ സുരഗണോ ഭൃത്യവർഗ പ്രസാദ മുക്തിർമായ ജഗദവികലം താവകീ ദേവകീ ദേ മാതാ മിത്രം വലരിപുസുതസ്തത്വധന്യം ന ജാനേ.
പറയാണിവിടെ. ധാരാഹ അവിടുത്തെ പത്നി. വാരാകരവരസുത ക്ഷീരസാഗര പുത്രിയായ പാലാഴി പുത്രിയായ ലക്ഷ്മി ഭഗവതിയാണ്. തേ തനൂജഹ അവിടുത്തെ പുത്രൻ വിരിഞ്ചഹ ബ്രഹ്മദേവനാണ്. തവ നിന്തിരുവടിയുടെ അങ്ങയുടെ സ്തോതാഹ സ്തുതി പാഠകന്മാർ വേദാഹ 4 വേദങ്ങളാണ്. ഭൃത്യവർഗ ഭൃത്യന്മാർ സുരഗണ ദേവസമൂഹമാണ്. തേ പ്രസാദ അങ്ങയുടെ പ്രസാദം അല്ലെങ്കിൽ അങ്ങയുടെ അനുഗ്രഹം മുക്തി മോക്ഷമാണ്. അവികലം പൂർണ്ണമായ ജഗത് പ്രപഞ്ചം അതാണ് അവിടെ മുക്തിർമായ ജഗദവികലം എന്ന് പറഞ്ഞത്. അവികലം ജഗത്ത് പൂർണ്ണമായ പ്രപഞ്ചം. താവകീ മായ ഭവാന്റെ മായയാണ്. തേ മാതാ അങ്ങയുടെ അമ്മ ദേവകി ദേവകിയാണ്. മിത്രം സ്നേഹിതൻ. വലരിപുസുത ഇന്ദ്രന്റെ മകനായ അർജുനനാണ്. അങ്ങയുടെ സ്നേഹിതൻ ഇന്ദ്രന്റെ മകനായ അർജുനനാണ്. ത്വത്വധന്യം തത്വം ഇപ്രകാരമുള്ള നിന്തിരുവടിയിൽ നിന്ന് അന്യമായ യാതൊരു തത്വത്തെയും ന ജാനേ ഞാൻ അറിയുന്നില്ല. പറയണ ഇവിടെ ഈ ജഗത്തിൽ ഭഗവാനിൽ നിന്ന് അന്യമായ ഒന്നും തന്നെയില്ല. കവിയുടെ ആ കാഴ്ചപ്പാട് നോക്കൂ. എവിടെ നോക്കിയാലും കാണുന്നത് ഭഗവാനെ മാത്രമാണ്. ഭഗവാനല്ലാതെ ഇവിടെ ഒന്നും തന്നെയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കവി. അതുകൊണ്ട് തന്നെ ഭഗവാനെ അല്ലാതെ മറ്റൊന്നിനെയും അന്യമായ യാതൊരു തത്വത്തെയും ഞാൻ അറിയുന്നില്ല എന്ന് പറയുകയാണ്. ഇനി 47-ാമത്തെ ശ്ലോകം നോക്കാം. പ്രണാമമീശസ്യ ശിരഫലം വിദുസ്തദർച്ചനം പാണിഫലം ദിവൗകസ മനഃഫലം തദ്ഗുണതത്വചിന്തനം വാചഫലം തദ്ഗുണകീർത്തനം ബുധാ. ഇവിടെ പറയുന്നു ബുധാഹ. ബുധാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വാൻമാരായ ദിവൗകസ ദേവന്മാർ. വിദ്വാൻമാരായ ദേവന്മാർ. ശിരഫലം ശിരഫലം എന്നാണ് പറഞ്ഞത്. ശിരസിൻ്റെ പരമപ്രയോജനം ഈശസ്യ സർവേശ്വരനെ പ്രണാമം നമസ്കരിക്കലാണ് എന്ന് പറയുന്നു. പാണിഫലം കൈകളെ കൊണ്ടുള്ള പരമപ്രയോജനം. തദർച്ചനം ഭഗവാനെ പൂജിക്കലാണെന്നും. മനഃഫലം മനസ്സുകൊണ്ടുള്ള പരമപ്രയോജനം. തദ്ഗുണതത്വചിന്തനം ഭഗവാന്റെ വാസ്തവതത്വത്തെയും ഭക്തവാത്സല്യാദി ഗുണങ്ങളെയും ചിന്തിക്കലാണെന്നും. വാചഫലം വാക്കിൻ്റെ പരമപ്രയോജനം. തദ്ഗുണകീർത്തനം ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കലാണെന്നും വിദുഹു അറിയുന്നു എന്നാണ് പറയുന്നത്. സത്വഗുണപ്രധാനികളായ ദേവന്മാർ മാത്രമേ ഈ വസ്തുത അറിയൂ എന്ന് സാരം. അവിടെ ഭഗവാനെ നമസ്കരിക്കുന്നത് കൊണ്ട് ശിരസ്സും പൂജിക്കുന്നത് കൊണ്ട് കൈകളും ഈശ്വര ഗുണങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് മനസ്സും ഭഗവത് ഗുണങ്ങളെ കീർത്തിക്കുന്നത് കൊണ്ട് വാക്കും സഫലമായിത്തീരുന്നു എന്ന് പറയാണ്. ഈശ്വരൻ നമുക്ക് ശിരസ്സും കൈകളും മനസ്സും നാവുമെല്ലാം തന്നിട്ടുള്ളത് ഭഗവാന് വേണ്ടി സമർപ്പിക്കുവാനാണ്. അതുകൊണ്ട് മാത്രമേ ഫലവും കൃതാർത്ഥ
സമർത്ഥതയുമുണ്ടാകൂ എന്നാണ് പറഞ്ഞു വന്നത്. ഈ ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ 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 ഗോവിന്ദ.